ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം കുട്ടി മിനി വ്ളോഗാണ്. ഞങ്ങൾ ഹൈലൈറ്റ് മാളിലേക്ക് പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ചെറിയൊരു വ്ളോഗ് എടുക്കാം. അപ്പം ഇങ്ങനെ പോവാണ് കേട്ടോ. ഇങ്ങനെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് ഈ സ്കൈ. അതൊരു വികാരമാണ് ഗൈസ്. എത്ര നോക്കിയാലും മതിയാവാത്തൊരു സംഭവമാണ്. പിന്നെ ഞങ്ങൾക്ക് വിശന്നപ്പോൾ ദൈവനും വിശക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഖസാന പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ കയറിയിട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്കും ചെയ്യോനും. അപ്പോൾ ഫുഡ് മാത്രം വീഡിയോ എടുക്കാൻ മറന്നുപോയി. ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്തിരുന്നത്. ബിരിയാണിയൊക്കെ കഴിച്ച് ചെയ്യോന് മീനൊക്കെ ഓർഡർ ചെയ്ത് മീനൊക്കെ കൊടുത്തോന്. അങ്ങനെ ഞങ്ങൾ പോവാണ്. അങ്ങനെ രാമനാട്ടുകര എത്തി. അപ്പോൾ എനിക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു ഫീലാണ്, ലൈക്ക് കാലിക്കട്ടിലെത്തിയ ഫീലിംഗ്. ഒക്കെ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ. എനിക്ക് ഈ പാലം കാണുമ്പോൾ കാലിക്കട്ട് എത്തിയൊരു ഫീല് വരും. സംഭവം ഇനിയുണ്ട് നമുക്ക് കുറേ പോകാനും, ബട്ട് സ്റ്റിൽ ഐ ഫീൽ ലൈക്ക് ദാറ്റ് അറിയാലോ. അങ്ങനെ ഞങ്ങൾ എത്തിയത് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് ഹൈമാൾക്ക് കയറാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അത്രക്ക് നല്ല റഷ് ഉണ്ടായിരുന്നു അറിയില്ലേ. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റിയത്. കയറി ഉടനെ തന്നെ ഇവനെ ട്രെയിനിൽ കയറ്റി. ഇവനെ മെയിനായിട്ട് ഹാപ്പി ആക്കാനായിരുന്നു കേട്ടോ ഇന്നത്തെ മെയിൻ ഗോൾ. അപ്പോൾ ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ട്രെയിനിൽ കയറുന്നതും ഇവിടുത്തെ കാറിൽ കയറുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറ്റി. ഞാൻ മിനിസോയിലൊന്ന് കയറി. മിനിസിൽ ഈ ഒരു ഏരിയ ഇവനൊരു ടെഡി ബിയർ വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ടെഡി ബിയർ വെച്ചിട്ട് പിന്നെ കാറെടുത്ത് അപ്പോൾ ഒന്നെടുത്തു. പിന്നെ ഞാനൊരു കോമ്പും വാങ്ങി. അതൊക്കെ തന്നെ വാങ്ങിയുള്ളൂ കേട്ടോ, പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടില്ല. ഇറങ്ങി പിന്നെ കാറിൽ കയറ്റി. ഇതിപ്പോൾ ഒരു 5 റൗണ്ട്സൊക്കെ ആക്ച്വലി കറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഓക്കെയായി. പിന്നെ ഞങ്ങൾ മയോപ്പി എന്നിട്ടില്ല അവിടുന്ന് ഒരു പെർഫ്യൂം വാങ്ങി. എൻ്റെ ഫ്രണ്ടിനും ഇക്കാക്കൊക്കെ ആയിട്ട് പെർഫ്യൂം വാങ്ങി. അപ്പം എനിക്കൊരു പെർഫ്യൂം വാങ്ങി തന്ന്. ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു മയോപ്പിന്ന് ഫസ്റ്റ് ടൈമാണ് എനിക്കൊരു പെർഫ്യൂം കിട്ടുന്നത് കേട്ടോ. അതുമാത്രമല്ല എനിക്ക് ആദ്യമായിട്ട് തരുന്ന ഒരു പെർഫ്യൂം കൂടെയാണിത് കേട്ടോ. ഫസ്റ്റ് പെർഫ്യൂമാണ്. പിന്നെ അതിന് ശേഷം ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ കയറി. 5 ഇയേഴ്സിന് ശേഷമാണ് ഞാൻ കയറുന്നത്. അപ്പോൾ ആ ക്യൂരിയോസിറ്റിയിൽ ഞാൻ മറന്നു പോയി എടുക്കാൻ. ഓഫേഴ്സ് ഉണ്ടായിരുന്നു അവിടെ, ബൈ 1 ഗെറ്റ് 1, ബൈ 2 ഗെറ്റ് 2 പറഞ്ഞിട്ടുള്ള ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കി. പിന്നെ പാലക്സി സിനിമ പോയി. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇവിടെ വരുന്നത്. പാലക്സി സിനിമയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇൻറ്റീരിയർ ഡിസൈനായിരുന്നു. നാച്ചോസ് വേണമെന്നൊക്കെ പറയുകയാണ്. പിന്നെ ഒരു ജ്യൂസ് വാങ്ങി. എനിക്ക് വേറൊന്നും കിട്ടിയില്ലെങ്കിലും ജ്യൂസ് കിട്ടണം. എനിക്ക് വേറൊന്നും വേണ്ട, ജ്യൂസ് എടുക്ക് കിട്ടിയാൽ ഐ എം ഹാപ്പി. നിങ്ങൾ നുണക്കുയി എന്നുള്ള ഫിലിം കാണാനാണ് പോയത്. മക്കളെ നല്ല ക്ലാരിറ്റി ആയിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് റിയലി ഗുഡ്. നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു സിനിമക്ക്. അതുപോലെ ഞങ്ങൾക്കാണെങ്കിൽ മിഡിലായിട്ട് സീറ്റും കിട്ടി. ജെയ്യ് പോലെ ഇരുന്ന് കണ്ടു എന്നൊക്കെ പറയുമല്ലോ. അവനങ്ങനെ ഫിലിമൊന്നും കാണാറില്ല. ഓന് വന്നാലും പോപ്കോൺ, ജ്യൂസ് ഇതൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടും കഴിക്കാൻ വേണ്ടിയിട്ടും അവൻ വരുന്നത്. പക്ഷെ അവൻ പോലും കണ്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഫിലിം ഒരു ആവറേജ് ആയിരുന്നു. പിന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നടീനെ കണ്ടു കേട്ടോ. പെണ്ണിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഈ പേളിൻ്റെ കൂടെയൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ, ദീപ്തി സെൽത്തി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പേര്. ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നടി ഉണ്ടായിരുന്നു. ഐ എം നോട്ട് ഷുവർ ഹൂ ദേ ആർ. അവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്തിനാ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കണം, വേണമെങ്കിൽ മുന്നിൽ പോയി എടുത്തോ, വേണമെങ്കിൽ സെൽഫി എടുത്തോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് അതിനൊക്കെ ചമ്മലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് കോർട്ടിൽ വന്നിരുന്നു, ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ടുട്ടുമാണ്. ഐ ലവ് ഹിം സോ മച്ച്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ചില്ലൊക്കെ ചെയ്ത് ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ ഫുഡ് എത്തി. കബാബും മന്തിയും ഓർഡർ ചെയ്തിന്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ നടന്നു. അവിടെ പുറത്ത് സ്പേസിൽ എന്തോ മൂണ് കാണാൻ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വ്ളോഗ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ഓക്കെ, ബൈ.